നമസ്കാരം, ഞാൻ ഡോക്ടർ നെയിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആകെ 266 ഒഴിവുകളാണുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ജനറലിസ്റ്റ് പോസ്റ്റുകളുമുണ്ട്, സ്പെഷ്യലിസ്റ്റ് പോസ്റ്റുകളുമുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത്. നമുക്കതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ നാഷണൽ ഇൻഷുറൻസ് കമ്പനി എന്നുള്ള കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അവിടെയാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 266 വേക്കൻസികളിലേക്കാണ് ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ജനറലിസ്റ്റ് കാറ്റഗറി ഉണ്ട്, സ്പെഷ്യലിസ്റ്റ് കാറ്റഗറി ഉണ്ട്. നമുക്കതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഇതിലേക്ക് ആപ്ലിക്കേഷൻ 2025 ജൂൺ 12 മുതൽ ജൂലൈ 3 വരെയാണ് സമർപ്പിക്കാൻ കഴിയുക. ഫീസ് അടയ്ക്കാനും അതേസമയം തന്നെ ലഭിക്കുക. അതിനുശേഷം ടെൻറ്റേറ്റീവായിട്ട് ഓൺലൈൻ 2 ലെവൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഫേസ് 1, ഫേസ് 2 ഉണ്ടായിരിക്കും. ഫേസ് 1 എക്സാമിനേഷൻ 20 ജൂലൈ 2025 നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫേസ് 2 31 ഓഗസ്റ്റ് 2025 നടത്താൻ ഇപ്പോൾ ടെൻറ്റേറ്റീവായിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം കൂടി ഓർമ്മിക്കുക. വേക്കൻസി ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഡോക്ടേഴ്സ് സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിയിലേക്ക് ഡോക്ടേഴ്സ് 10 വേക്കൻസി, MBBS കഴിഞ്ഞവർക്ക്, ലീഗൽ 20, ഫിനാൻസ് 20, ഇൻഫർമേഷൻ ടെക്നോളജി 20, ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് 20, അതുപോലെ പിന്നെ ബാക്കിലോഗ് വേക്കൻസികൾ ഉൾപ്പെടെ 96 വേക്കൻസികളാണ് സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിയായിട്ടുള്ളത്. ജനറലിസ്റ്റ് കാറ്റഗറിയിൽ 170 വേക്കൻസികളാണ്. 68 എണ്ണവും അൺഡിസൈഡ് ആണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിലേക്കുള്ള എലിജിബിലിറ്റി പറയാൻ നമുക്ക് ഇനി നോക്കാം. അതുപോലെ തിരഞ്ഞെടുക്കപ്പെടുന്നവര് 1 വർഷത്തേക്ക് പ്രൊബേഷൻ ആയിരിക്കും മനസ്സിലാക്കുക. അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം 4 വർഷമെങ്കിലും കമ്പനിയെ സെർവ് ചെയ്യുന്ന ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷത്തെ സാലറി, മുഴുവൻ സാലറി തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ 50,925 ആണ്. 50,925 ആയിരിക്കും അടിസ്ഥാന ശമ്പളം. മിനിമം സാലറി 90,000 രൂപ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ ലഭിക്കും എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുന്ന പ്രത്യേകമുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ MBBS ഡോക്ടേഴ്സിന്റെ ആണെന്നുണ്ടെങ്കിൽ MBBS, MD അല്ലെങ്കിൽ MS, PG ഒക്കെ ഉള്ളവർ, മെഡിക്കൽ ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അതിലേക്ക് ലീഗൽ പോസ്റ്റിലേക്ക് ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റോ ലോ നിയമബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഫിനാൻസ് പോസ്റ്റിലേക്ക് ചാർട്ടേഡ് അക്കൗണ്ട് അല്ലെങ്കിൽ BCom, MCom ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇൻഫർമേഷൻ ടെക്നോളജിക്ക് BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ ME അല്ലെങ്കിൽ MTech കമ്പ്യൂട്ടർ സയൻസിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉള്ളവർക്കും അല്ലെങ്കിൽ MCAക്കാർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ കാറ്റഗറിയിലെല്ലാം മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. SC/ST-ക്കാണെങ്കിൽ 5% മാർക്ക് കുറവുണ്ട്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ ME അല്ലെങ്കിൽ MTech ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചും ഡിപ്ലോമ ഓട്ടോമൊബൈൽ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. 60% മാർക്ക് ഉണ്ടായിരിക്കണം. SC/ST-ക്കാണെങ്കിൽ 5% മാർക്ക് കുറവ് മതി. ജേർണലിസ്റ്റ് ഓഫീസേഴ്സ് പോസ്റ്റിലേക്ക് ഏതെങ്കിലും വിഷയത്തിലെ ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം 60% മാർക്കോടെ പാസ്സാർക്ക് അപേക്ഷിക്കാൻ കഴിയും. SC/ST-ക്കാരാണെങ്കിൽ 5% മാർക്ക് കുറവ് മതി എന്ന പ്രത്യേകതയുണ്ട്. അതേപോലെ ഈ പറഞ്ഞിരിക്കുന്ന ഡിഗ്രികളെല്ലാം അംഗീകൃത IICTE അംഗീകൃത സ്ഥാപനത്തിൽ നിന്നായിരിക്കണം. പ്രായപരിധി വന്നിട്ട് 21 മുതൽ 30 വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 1/5/2005 അടിസ്ഥാനമായിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ SC/ST-ക്കാർക്ക് 5 വർഷവും, OBC നോൺ ക്രിമിനലുകൾക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും, എക്സ് സർവീസ് ക്യാൻഡിഡേറ്റ്സ് സർവീസ് അനുസരിച്ച് 5 വർഷം വരെയും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. സെലക്ഷൻ പ്രോസസ് പറയുന്നത് 2 ലെവൽ എക്സാമിനേഷൻ ഉണ്ട്. ഫേസ് 1 ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. ഫേസ് 2 അതുപോലെ ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. 2 ക്വാളിഫൈ ചെയ്യുന്നവർക്ക് പിന്നീട് ഇന്റർവ്യൂ, ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഇന്റർവ്യൂ ആയിരിക്കും പിന്നെ ഉണ്ടാകും. ഡീറ്റെയിൽഡ് എക്സാമിനേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്റർവ്യൂ ചൊല്ലുമ്പോൾ കൊണ്ടുവരുന്ന ഒറിജിനൽ ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ. അപേക്ഷാ ഫീസ് ഉണ്ട്. SC/ST-ക്കാരുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും 250 രൂപയാണ് GST ഉൾപ്പെടെ. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം 1000 രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. നമുക്കിനി എക്സാമിനേഷൻ സെന്ററുകൾ നോക്കാം. കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ ഫേസ് 1 എക്സാമിനേഷൻ 3 സെന്ററാണ്. എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോടാണ്. എന്നാൽ ഫേസ് 2 എക്സാമിനേഷന് എറണാകുളം മാത്രമേ സെന്റർ കേരളത്തിൽ ഉണ്ടായിരിക്കുള്ളൂ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിന് 3 പ്രോസീജിയർ. ആദ്യം നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത്, പിന്നെ ഫീസ് അടയ്ക്കുക, പിന്നെ ബാക്കി ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, അത് ലെഫ്റ്റ് തമ്മിൽ പ്രശ്നമൊക്കെ നിങ്ങൾ റെഡിയാക്കി സ്കാൻ ചെയ്ത് വെക്കുക. അതിനുശേഷം ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് ആരംഭിക്കുക. അതുപോലെ ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷന് നമ്മുടെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി അത് സൈൻ ചെയ്യണമെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പ്രൊസീജിയർ എന്ന് വെച്ചാൽ https:/nationalinsurance.nic.co.in സൈറ്റിൽ പോവുക. അപ്ലൈ ഓൺലൈൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം
ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് കൊടുത്ത് നെക്സ്റ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് അങ്ങനെ കംപ്ലീഷൻ ഫീസ് അടച്ച് കംപ്ലീഷൻ പൂർത്തിയാക്കുക, അപേക്ഷ പൂർത്തിയാക്കുക. ഫീസും അതുപോലെ ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കണം എന്നായിരുന്നു മനസ്സിലാക്കുക. അത് നമ്മൾ ജനറൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കുമ്പം അതിൻ്റെ പേയ്മെന്റ് ഗേറ്റ് ലഭിക്കും, അങ്ങനെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കി ഫോട്ടോഗ്രാഫും ബാക്കി ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ്, സിഗ്നേച്ചറും ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷന് അതെല്ലാം ഓൾറെഡി സ്കാൻ ചെയ്ത് വെച്ചിരിക്കും, നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. മറ്റേ സർട്ടിഫിക്കറ്റ് കോപ്പി നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. എക്സാമിന്റെ ഹോൾ ടിക്കറ്റും അതുപോലെ കോൾ ലെറ്ററും നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള. ഇത്രയും വീഡിയോ പൂർണ്ണമായും നൽകപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം. അപ്പൊ എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ. താല്പര്യമുള്ളവരെ ജൂലൈ 3-നകം അപേക്ഷിക്കുക. താങ്ക് യു.